എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവത പഠനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ശ്ലോകത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു തത്വം നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഭാഗവതത്തിലെ പ്രഥമ സ്കന്ധത്തിലെ 2-ാമത്തെ അധ്യായത്തിലെ 32-ാമത്തെ ശ്ലോകമാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ശ്ലോകം നോക്കാം. യഥാഹ്യവഹിതോ വഹ്നിർ ദാരുഷ്വേക സ്വയോനിഷു നാനേവ ഭാതി വിശ്വാത്മാ ഭൂതേഷു ച തഥാ പുമാൻ. ഒന്നുകൂടി ശ്ലോകം നോക്കാം. യഥാഹ്യവഹിതോ വഹ്നിർ ദാരുഷ്വേക സ്വയോനിഷു നാനേവ ഭാതി വിശ്വാത്മാ ഭൂതേഷു ച തഥാ പുമാൻ. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ അന്യം നോക്കാം. യഥാ അവഹിതഃ വഹ്നി ദാരുഷു സ്വയോനിഷു ഏകഃ നാനാ ഇവ ഭാതി തഥാ വിശ്വാത്മാ പുമാൻ ഭൂതേഷു നാനാ ഇവ ഭാതി. ഒന്നുകൂടി അന്യം നോക്കാം. യഥാ അവഹിതഃ വഹ്നി ദാരുഷു സ്വയോനിഷു ഏകഃ നാനാ ഇവ ഭാതി തഥാ വിശ്വാത്മാ പുമാൻ ഭൂതേഷു നാനാ ഇവ ഭാതി. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ പദങ്ങളായിട്ട് നോക്കാം. യഥാ ഹി അവഹിതഃ വഹ്നി ദാരുഷു ഏകഃ സ്വയോനിഷു നാനാ ഇവ ഭാതി വിശ്വാത്മാ ഭൂതേഷു തഥാ പുമാൻ. ഒന്നുകൂടി പദം നോക്കാം. യഥാ ഹി അവഹിതഃ വഹ്നി ദാരുഷു ഏകഃ സ്വയോനിഷു നാനാ ഇവ ഭാതി വിശ്വാത്മാ ഭൂതേഷു തഥാ പുമാൻ. നമുക്ക് പദങ്ങളുടെ അർത്ഥം നോക്കാം. യഥാ എങ്ങനെ, അവഹിതഃ നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഒളിഞ്ഞിരിക്കുന്ന, വഹ്നി വഹ്നി എന്ന് പറഞ്ഞാൽ അഗ്നി, ദാരുഷു മരക്കഷ്ണങ്ങളിൽ, ഏകഃ ഒരേയൊന്ന്, സ്വയോനിഷു സ്വന്തം അധിഷ്ഠാനങ്ങളിൽ, നാനാ ഇവ പലതായി തോന്നുന്നു, ഭാതി പ്രകാശിക്കുന്നു, വിശ്വാത്മാ സർവാത്മാവ്, ഭൂതേഷു ജീവികളിൽ, പുമാൻ പരമപുരുഷൻ, തഥാ അതുപോലെ. ഇനി ഈ ശ്ലോകത്തിൻ്റെ സാരം നോക്കാം. ഈ ശ്ലോകം ഒരു മനോഹരമായ ഉപമയിലൂടെ ആ പരമമായ അദ്വൈത സത്യം നമ്മെ പഠിപ്പിക്കുന്നു. അഗ്നി മരങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നു. മരങ്ങൾ പലതായാലും അഗ്നി ഒന്ന് തന്നെയാണ്. പലതരത്തിലുള്ള മരങ്ങളാണെങ്കിൽ പോലും അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന അഗ്നി ഒന്ന് തന്നെയാണ്. അത് പലതായി തോന്നുന്നു, പക്ഷേ സ്വഭാവത്തിൽ ഒന്ന് തന്നെയാണ്. അതുപോലെയാണ് പരമപുരുഷൻ എല്ലാ ജീവികളിലും ഉണ്ട്. ജീവികൾ പലതരത്തിലായാലും ചൈതന്യം ഒന്ന് തന്നെയാണ്. ശരീരങ്ങൾ വ്യത്യസ്തം, എന്നാൽ ആത്മതത്വം ഒന്നേ ഉള്ളൂ. വിശ്വാത്മാവ് പല രൂപങ്ങളിൽ പ്രത്യക്ഷമാകുന്നു, പക്ഷേ സ്വഭാവത്തിൽ നിന്ന് യാതൊരു മാറ്റവും ഇല്ല എന്ന് ഈ ശ്ലോകം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. തുടർന്നുള്ള അടുത്ത ശ്ലോകവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകട്ടെ.